ഇന്ന് അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എനിക്കും അനിയത്തിക്ക് ഐസ്ക്രീം കഴിക്കാനുള്ള ക്രേവിങ്സ് ഭയങ്കരമായിട്ട് കൂടി വന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ രണ്ടുപേരും നേരെ വണ്ടി എടുത്തുകൊണ്ട് അടുത്തുള്ള ഷാ ബേക്കറിയിലോട്ട് തന്നെ പോയി. ഞങ്ങളുടെ സ്ഥിരം ബേക്കറിയാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. പക്ഷെ അനിയത്തിക്ക് കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ടെൻഷനോട് കൂടിയാണ്. കാരണം വീട്ടിൽ അമ്മ വന്നു കഴിഞ്ഞാൽ നല്ല വഴക്ക് കിട്ടും. കാരണം അവൾക്ക് ഐസ്ക്രീം കഴിച്ചാൽ അപ്പം തന്നെ തുമ്മൽ വരും. അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറേ ടോയ്സ് കണ്ടപ്പോഴത്തേക്ക് എനിക്കിങ്ങ് പഴയ നൊസ്റ്റാൾജിയ അടിച്ചതുപോലെ ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ പണ്ട് മുതലേ ഇങ്ങനത്തെയൊക്കെ ടോയ്സിൻ്റെ കൂടെ ചോക്ലേറ്റ് കിട്ടുന്നതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കുമായിരുന്നു. അതുപോലെ ഇഷ്ടംപോലെ ടോയ്സും ഉണ്ടായിരുന്നു. പക്ഷെ അനിയത്തിയും എൻ്റെ പോപ്പിക്കുട്ടനും വന്നതിന് ശേഷം അത്ര സാധനവും എൻ്റെ ഞാൻ സൂക്ഷിച്ചു വെച്ച എല്ലാ ടോയ്സും നശിപ്പിച്ച് ഇവർ രണ്ടുപേരും എടുത്തിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചപ്പോഴത്തേക്കും അവിടെ നൈനു വന്നു. നൈനുവിൻ്റെ കൂടെ അപ്പു കുറച്ച് നേരം ചോക്ലേറ്റിന് വേണ്ടിയിട്ടൊക്കെ തല്ലു പിടിച്ച് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഐസ്ക്രീം മാത്രം വാങ്ങിക്കാൻ വന്ന ഞങ്ങൾ അവിടെ വന്ന് അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അപ്പൂൻ്റെ വകയായിരുന്നു സ്പെഷ്യലായിട്ട് ഐസ്ക്രീമും കോൺഫ്ലെക്സും പംകിൻ സീഡ്സും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ബ്രൗണിയൊക്കെ ഇട്ട് തന്നത്. എനിക്ക് എപ്പോഴും എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം ഐസ്ക്രീം അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ലവ് യു ആൻഡ് ബൈ ബൈ.